നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഗോത്ര സംസ്കാരത്തിന്റെ തനിമയും പാരമ്പര്യവും അതേപടി തന്നെ ഇന്നും നിലനിർത്തുന്നു. സങ്കടമൊക്കെ മാറാനില്ല ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്തൊക്കെ പറഞ്ഞത്. ഇനി അത് അതിന്റെ പ്രകൃതിയൊക്കെ ചെയ്തിട്ട് സങ്കടങ്ങൾ മാറിക്കിട്ടണേന്ന് പ്രാർത്ഥിക്കും. ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ കല്ലേലി ഊരാളി അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമുള്ള പ്രധാന വഴിപാട്. വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ നല്ലൊരു ഉന്മേഷമാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാ ദിവസവും വാനരന്മാർക്കും അതോടൊപ്പം മീനുകൾക്കും ഊട്ട് നടക്കും. നമ്മളിവിടെ വന്ന് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വേദരാതി വിപ്രാളം എല്ലാം മാറിക്കിട്ടി ശാന്തി സമാധാനവും കിട്ടുന്നു. ഇതാണ് ഈ താമ്പൂലം എന്ന് പറയുന്ന പ്രധാന വഴിപാട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈന്ദവ സംസ്കാരം എന്നത് ദ്രാവിഡ സങ്കല്പമാണ്. പത്തനംതിട്ട കോന്നിയിലെ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ക്ഷേത്രത്തിലാണ്. നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈന്ദവ സംസ്കാരം എന്നത് ദ്രാവിഡ സങ്കല്പമാണ്. ദ്രാവിഡ ഗോത്ര സങ്കല്പത്തിൻ്റെ അതേ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനുള്ളത് പത്തനംതിട്ട കോന്നിയിലെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ ക്ഷേത്രത്തിലാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭക്തർക്ക് 100% ഇവിടെ ഈ എത്തുമ്പോൾ മനസ്സ് നിറഞ്ഞ് കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ. ഞാനിപ്പോൾ ഉള്ളത് ഈ കാവിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നു മനസ്സും ശരീരവും നിറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു അമ്മയാണുള്ളത്. അമ്മ ഇവിടുത്തെ ആദ്യമായിട്ട് വരുവാണോ? നേരത്തെ വരുവാണ്. എങ്ങനെയാണ് അമ്മ ഇവിടുത്തെ ഒരു അനുഭവം? അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ എന്തൊരു മനസ്സ് വിഷമിച്ച് എന്തെങ്കിലും വീട്ടിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒന്ന് അപ്പൂപ്പനെ പോയി കണ്ടു തൊഴുതാൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ തന്നെ ഇവിടെ വരും. വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ നല്ലൊരു ഉന്മേഷമാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ ആപത്തുകളില്ലാതെ പോകണം. എന്നാലും നമ്മൾ വിളിച്ച വെളിപ്പുറത്തുണ്ട്. നമ്മളിവിടെ വന്ന് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വേദരാതി വിപ്രാളം എല്ലാം മാറിക്കിട്ടി ശാന്തി സമാധാനവും കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ ഉദ്ദേശം ഏകദേശം 2 മണി ആകാറായി. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാം. എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് ദിവസം മുഴുവനും തുറന്നിരിക്കുന്ന ഒരു വന്നിരുന്ന ഏറ്റവും നല്ല ശാന്തി സമാധാനം. നല്ല അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ വീട് കൊട്ടാരക്കര. ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ വരാൻ തോന്നുമ്പോഴൊക്കെ ഞങ്ങൾ വരാറുണ്ട്. അമ്മയുടെ സങ്കടമൊക്കെ മാറിയോ?
സങ്കടമൊക്കെ മാറാനില്ല ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്തൊക്കെ പറഞ്ഞത്. ഇനി അത് അതിന്റെ പ്രതിനിധിയൊക്കെ ചെയ്തിട്ട് സങ്കടങ്ങൾ മാറി കിട്ടണേന്ന് പ്രാർത്ഥിക്കും. ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞത്? ക്ഷേത്രത്തിൽ തൊഴാൻ വരും വർഷങ്ങളൊക്കെ 2-3 വർഷം കൂടി ഇരിക്കുമ്പോഴൊക്കെ വരും. പക്ഷെ ഈ ഒരു കാര്യത്തിന് ഇപ്പം നല്ലപ്പോഴാണ്. അപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം മൊത്തം സങ്കടങ്ങളൊക്കെ പറഞ്ഞോ? സങ്കടങ്ങൾ മൊത്തം പറഞ്ഞു. അപ്പോൾ സങ്കടമൊക്കെ കേൾക്കും. ഒരു സമാധാനം ഉണ്ടല്ലേ? സമാധാനം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കല്ലേലി ഊരാളി അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമുള്ള പ്രധാന വഴിപാട്. ഇതിന് മൊത്തത്തിൽ താമ്പൂലം എന്നാണ് പറയുന്നത്. ഇതിൽ ഈ കാണുന്ന വട്ടിയൊരുക്ക് ഇത് അമ്മൂമ്മയ്ക്കും അതോടൊപ്പം ഈ കാണുന്നത് അപ്പൂപ്പനും ഉള്ളതാണ്. അപ്പോൾ രണ്ടുപേർക്കും പ്രത്യേക രീതിയിലുള്ള നിവേദ്യങ്ങൾ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഒരിതാണ്. ഇവിടെയാണ് അമ്മൂമ്മയുടെ സ്ഥാനം, അപ്പൂപ്പൻ ഇവിടെയാണ്. അപ്പോൾ ഇതാണ് ഈ താമ്പൂലം എന്ന് പറയുന്ന പ്രധാന വഴിപാട്. എല്ലാ ദിവസവും വാനരന്മാർക്കും അതോടൊപ്പം മീനുകൾക്കും ഊട്ട് നടക്കും. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദിവസവും മുടങ്ങാതെ അന്നദാനവും കൊടുക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഗോത്ര സംസ്കാരത്തിന്റെ തനിമയും പാരമ്പര്യവും അതേപടി തന്നെ ഇന്നും നിലനിർത്തുന്നു. ഇവിടെ കേരളത്തിനകത്തും പുറത്തുനിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.